രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സെർച്ച് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരിലേക്കും ഈ സാധനം ചെല്ലും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസും അല്ലെങ്കിൽ അവർക്കെതിരെ വന്നിട്ടുള്ള പരാതി കുറച്ച് നാള് കഴിഞ്ഞാലും ഇയാളെ ഇങ്ങനെ വേട്ടയാടപ്പെടും. സൈബർ ഇടത്തിലേക്ക് ഒരു വാർത്ത വരികയാണെങ്കിൽ അത് ലൈഫ് ലോങ് പല ഇടങ്ങളിലായിട്ട് പല വെബ്സൈറ്റുകൾ എന്ന രീതിയിൽ പലയിടത്തിൽ അതൊരു ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ അടുത്ത് നിലനിൽക്കുന്ന കാര്യമാണ്. ചൂരൽമലയില് ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് വളരെ വൈറലായ ഒരു കാര്യമായിരുന്നു. ചെറിയ മക്കൾക്ക് പാല് വേണമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടി വന്നൊരു കമന്റ് ആയിരുന്നു, എനിക്കും തരുമോ എന്ന്. ആ ഒരു സെക്ഷുവൽ ചിന്ത മാത്രം ഉള്ളിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. നിങ്ങളുടെ ഇമേജിനെ മോശമാക്കാനും അതേപോലെ തന്നെ നല്ലതാക്കാനും സൈബർ ഇടത്തിൽ സാധിക്കും. ദുരുപയോഗം ചെയ്യുന്ന കുറേ അധികം കീടങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഈ കുറച്ചു നാളുകൾക്കൊക്കെ മുന്നേ ഒരു പോക്സോ കേസിന്റെ വിധി തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല. അത് ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ചിത്ര, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സൈബർ ബുള്ളിങ്ങിന്. സൈബർ ബുള്ളിങ്ങിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഒരു സൈബർ ഇടങ്ങളിൽ ഉണ്ടായ ഇത്തരം ആക്രമണങ്ങൾ കൊണ്ട് ഈ ഒരു ജീവിതം അവസാനിപ്പിക്കാമെന്നിട്ട് തലത്തിലേക്ക് പോകുന്നത്? കാരണം സൈബർ ഇടത്തിലേക്ക് ഒരു വാർത്ത വരികയാണെങ്കിൽ അത് ലൈഫ് ലോങ് പല ഇടങ്ങളിലായിട്ട് പല വെബ്സൈറ്റുകൾ എന്ന രീതിയിൽ പലയിടത്തിൽ അതൊരു ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ അടുത്ത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. സൈബർ കേസുകൾ ഒരു ദിവസം എത്ര കേസുകളാണ് സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. എന്തുകൊണ്ടായിരിക്കാം ഇതിന് കൃത്യമായിട്ടൊരു നടപടി അല്ലെങ്കിൽ ഒരു പെർമനന്റ് ആയിട്ട് ഒരു പേടി ഉണ്ടാവാത്തത്? ശരിക്കും പറഞ്ഞാൽ നിയമങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കാത്തത് കൊണ്ടാണെന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, സോഷ്യൽ മീഡിയ ഇടം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും വലുതാണ്. നമുക്ക് ഇന്നെടുത്ത് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്ത ഒരു സാധനം നാളെ വേറെ ഏതെങ്കിലും സൈറ്റുകളിലോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോംസിലോ വരില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെയും ഒരുപാട് എന്താ പറയാ വീഡിയോസ് പിന്നെയും വൈറലാവുന്ന തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട്. അതുകൊണ്ട് നമുക്ക് ഒരു പേടി എപ്പോഴും കാണും. അല്ലെങ്കിൽ ഇന്നൊരു കാര്യം പിന്നീട് എപ്പോഴെങ്കിലും പൊങ്ങി വരുമോ എന്നുള്ള രീതിയിൽ ഒരുപാട് നമുക്ക് പേടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ എന്താ പറയാ പാർട്ടി അതിന്റെ അകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസും അല്ലെങ്കിൽ അവർക്കെതിരെ വന്നിട്ടുള്ള പരാതി ആയിക്കോട്ടെ എന്താണെങ്കിലും കുറച്ച് നാള് കഴിഞ്ഞാലും ഇയാളെ ഇങ്ങനെ വേട്ടയാടപ്പെടും. ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നുള്ളത് രണ്ടാമതാണ്. പക്ഷെ ഇതുമൂലം ഇയാൾക്ക് മാത്രമല്ല അതിനുള്ള ഒരു കുഴപ്പം വരുന്നത്, അയാളുടെ ഫാമിലിക്ക് ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു അയൽവക്കക്കാർക്ക് ഉൾപ്പെടെ ആ ഒരു പേരുദോഷം എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. പണ്ടത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിനകത്തില് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വാക്കുപിഴവ് അല്ലെങ്കിൽ നാക്കുപിഴവ് ഇത് ഒന്നെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ പത്രത്തിൽ വരണം, അല്ലെങ്കിൽ ടെലിവിഷന് ശേഷം ലൈവായിട്ട് ടെലിവിഷൻ ഉണ്ടാവും. പക്ഷെ ടെലിവിഷൻ ന്യൂസിനകത്തേക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഡെയിലി ഇപ്പോ ആ നേതാവിന്റെ ഏറ്റവും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിനുണ്ടായ നാക്കുപിഴവുകളായിരുന്നു. അത് ട്രോളന്മാർ ഏറ്റെടുത്തത് കൊണ്ടാണ് അത് എവർഗ്രീൻ ആയിട്ട് നിന്നത്. അല്ലാതെ ന്യൂസ് ചാനൽസിന് ഡെയിലി അത് തന്നെ ഒരു ന്യൂസ് ആക്കി മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഒരു സൈബർ ഇടത്തേക്ക് വരികയാണെങ്കിൽ ഇത് ഇന്ന് ഒരു ട്രോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ എത്ര ദിവസം പുള്ളി എന്തെങ്കിലും ഒരു കണ്ടന്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അന്നും ഈ ട്രോള് പൊന്തി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പ്രസ് മീറ്റുകൾക്കാണെങ്കിലും മാധ്യമങ്ങളെ കാണുമ്പോഴാണെങ്കിലും ഈ സ്ഥാനാർത്ഥികളാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഇനിയിപ്പോ ജനപ്രതിനിധികളാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് അളന്നു മുറിഞ്ഞ ഇവരെന്താ സംസാരിക്കുന്നത് നമുക്ക് പലപ്പോഴും തോന്നും. അതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇത് പോകുന്നത് ഒരു സൈബർ ഇടത്തിലേക്കാണ്. അവിടെ പോയിട്ട് ഇതിനെ എങ്ങനെ വേണമെങ്കിലും ടൂൾ ചെയ്യപ്പെടാം. ഇപ്പൊ ചിത്ര ഒരു കാര്യം പറഞ്ഞു, ആ കാര്യത്തിന് ഒരു ഫുൾ പാരഗ്രാഫ് സ്ഥാനത്തില് ഒരു 3-4 വരി എടുത്തിട്ട് ചിത്ര പറഞ്ഞതായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടായിരിക്കും പോകുന്നത്. അത് ലോങ് കേൾക്കാത്ത ഒരാൾക്ക് തോന്നും ചിത്ര ഇതിനെ മോശമാക്കിയാണല്ലോ പറയുന്നത്. ആ ഒരു കണ്ടന്റ് എന്താണ്? നമുക്ക് ആ സൈബർ ഇടത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യാവസ്ഥ. നിങ്ങളുടെ ഇമേജിനെ മോശമാക്കാനും അതേപോലെ തന്നെ നല്ലതാക്കാനും സൈബർ ഇടത്തിൽ സാധിക്കും. ഒരു മാസ് BGM ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മോശ കാര്യങ്ങളെയും എന്തോ വലിയ കാര്യമായിട്ട് ചിത്രീകരിക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾ ചെയ്തൊരു സാധനത്തിനെ മോശമാക്കാനും അവിടെ നല്ല രീതിയിൽ സാധിക്കും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈമുകൾ സൈബർ ഇടത്തിൽ ഉണ്ടാവുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും സൈബർ സെക്യൂരിറ്റി വരുത്തുന്നതിനോടൊപ്പം ഈ ആൾക്കാർ കൂടുതലായിട്ടും പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുകയാണ്. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് എങ്ങനെ കുറ്റകൃത്യം ചെയ്യാം, അതിനൊരു ഫോൺ അഡിക്ഷൻ ഒക്കെ ഒരു ലെവൽ ഓഫ് കാരണമായിട്ടുണ്ട്. കൂടുതലായിട്ടും അതിലേക്ക് ഇരിക്കുന്നതും അതേപോലെ തന്നെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഉറപ്പുവരുത്താൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാ ആപ്പുകൾക്കും അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിലും നമ്മുടെ സൈബർ ഫോഴ്സിൽ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എത്ര കേസുകൾ അവിടെ തെളിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് ശിക്ഷ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. തേടി പോവാൻ പിടിച്ചിട്ടുള്ള ഒരുപാട് കേസുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ കൂടെ അഭിനന്ദാർഹമാവുന്ന അത് കാര്യമാണ്.
സൈബർ ആയിട്ട് കൃത്യമായിട്ട് ആൾക്കാർ പോയി കേസ് ഫയൽ ചെയ്യുകയും ആൾക്കാരുടെ ഫോട്ടോ കൃത്യമായിട്ട് സൈബർ ഇടങ്ങളിൽ തന്നെ. പക്ഷെ സൈബർ ഇടത്തിന്റെ ഗുണങ്ങളും കൂടെ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അഴിമതികൾ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഈ നമ്മുടെ മെയിൻ ചാനൽസിന്റെ മീഡിയാസിനെ മാത്രം ഒന്ന് ഭയന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒതുക്കാനും പറ്റും. പക്ഷെ സൈബർ ഇടത്തിലേക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. അല്ലെങ്കിൽ അവർ നന്നായിട്ട് ഭയക്കുന്ന ഒരു കാര്യമാണ്, ഒരു ചെറിയൊരു വീഡിയോ തന്നെ എങ്ങനെയെങ്കിലും ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ അല്ല എന്ന് പറയാൻ ഒരു ഓപ്ഷൻ ഇവർക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണെങ്കിലും സൈബറിൽ നിന്ന് എടുത്തുനിന്ന് വലിയ രീതിയിലൊരു പിന്തുണയാണ് ഉണ്ടായത്. വെറുതെ ഒരു സ്ത്രീ വന്ന് ആരോപണം ഉണ്ടാക്കുകയാണെങ്കിൽ തെളിവെന്ന് പറഞ്ഞൊരു സംവിധാനം ചോദിച്ചേനെ. പക്ഷെ കൃത്യമായിട്ട് ടെലിഗ്രാം ചാറ്റ് കാണിക്കുന്നു, വാട്സപ്പ് ചാറ്റ് കാണിക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് പുള്ളി വിളിച്ചിട്ടുള്ള രേഖകൾ കാണിക്കുന്നു, കോൾ റെക്കോർഡിങ്സ് കാണിക്കുന്നു. ഇതൊക്കെയെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കൊണ്ടുവന്ന് ഒരു സ്ഥലത്തിലേക്കുള്ള ആൾക്കാർ മാത്രമല്ല, ഇതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞാൽ പുള്ളീനെ അറിയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സെർച്ച് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരിലേക്കും ഈ സാധനം ചെല്ലും. രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുകൊണ്ടല്ലേ നമ്മൾ ഹാഷ്ടാഗുകളൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ആരൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇയാളെ അറിയാമോ, എല്ലായിടത്തേക്കും ഇയാളുടെ ഈ ഒരു വോയിസ് മെസ്സേജസും ഈ സാധനങ്ങളൊക്കെ ചെന്നിട്ടുണ്ടാവും. അതാണ് ഈ ഒരു സൈബർ ഇടത്തിന്റെ ഒരു പ്രത്യേകത. പക്ഷെ ഈ ബുള്ളിങ് ചെയ്യുന്ന ഒരു അവസ്ഥ, അതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു മാറ്ററാണ്. എനിക്ക് തോന്നുന്നില്ല അധികാരികൾ അത്രത്തോളം ഒരു സൈബർ ഫോഴ്സസിനെ പറ്റി, എനിക്ക് ബഡ്ജറ്റിലൊക്കെ സൈബറിന് വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും മാറ്റി വെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്രത്തോളം അതിനൊരു സെക്യൂർ ആക്കുന്നുണ്ടോ എന്നുള്ള രീതി വളരെ ഒരു സംശയമാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലായിടത്തും ആ ഒരു സൈബർ സെക്യൂരിറ്റി ഒരുക്കുക എന്ന് പറയുന്നത്, കാരണം ഇപ്പൊ ഒരു കാലഘട്ടത്തിലേക്ക് ഫുള്ളും ഒരു ബുക്ക് എഴുതി വെക്കുന്നതും അല്ലെങ്കിൽ എഴുത്തും ആ സംവിധാനം ഒന്നുമല്ല, എല്ലാം തിരിച്ച് അതിനകത്തിലേക്ക് മാറുകയാണ്. ആപ്ലിക്കേഷൻസ് ഗവൺമെന്റ് വരെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ ആ ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പുതിയ ആപ്ലിക്കേഷൻസ് നല്ലതാണ്, പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്ന കുറേ അധികം കീടങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് തലയൊട്ടിച്ച് മറ്റ് പോൺ വെബ്സൈറ്റുകളിൽ ഇവർ വിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് ആരെങ്കിലും അയച്ചു കൊടുക്കുമ്പോഴാണ് ഇവർ തന്നെ അറിയുന്നത് ഇത് ഇവരാണോ എന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അത് ആ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഇല്ലായ്മ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളെ വിട്ട് ജീവിക്കുന്ന കുറെ അധികം ആൾക്കാരുള്ള ഒരു കാലം കൂടിയാണ്. ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നതും ഇതിന്റെ ഒരു നെഗറ്റീവ് വശമാണ്. പോസിറ്റീവ് വശം നമ്മൾക്ക് ഒരുപാട് രീതിയിൽ ഇതിനെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കുറച്ചു നാളുകൾക്കൊക്കെ മുന്നേ ഒരു പോക്സോ കേസിന്റെ വിധി തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അയാള് നിരപരാധിയായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് ഈ ഒരു കാര്യം കൊണ്ടിട്ടപ്പോ അയാള് ഒരു അധ്യാപകനാണ്, അയാളെ സോഷ്യൽ മീഡിയ ഫുള്ള് ബുള്ളി ചെയ്ത്, എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് ഇയാളെ അറിയാം. ആ ഒരു രീതിയിലേക്ക് വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ഇത് ചിത്രീകരിക്കുകയാണ് ഉണ്ടായത്. ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ്. ചിലപ്പോ ആ നാടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ ആളുകൾ അറിഞ്ഞിട്ട് ഓക്കെ ശരിയാണ്, അയാൾ ചെയ്തിട്ടില്ലാത്തൊരു പക്ഷം അയാൾ അത്രയും ക്രൂശിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല. അത് ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇതിനെങ്ങനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ചിത്ര, വേറൊരു കാര്യം ആലോചിക്കണം, ഇതിന്റെ തന്നെ മറ്റൊരു വശമുണ്ട്. പണ്ട് ചൂരൽമലയില് ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് വളരെ വൈറലായ ഒരു കാര്യമായിരുന്നു. ചെറിയ മക്കൾക്ക് പാല് വേണമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടി വന്നൊരു കമന്റ് ആയിരുന്നു, എനിക്കും തരുമോ എന്നുള്ളത്. അത് ആ മനുഷ്യന്റെ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് റിയാക്ട് ചെയ്ത് എന്തായാലും അയാളെ അറിയാവുന്ന അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ സോഷ്യൽ മീഡിയ എന്തായാലും വലിയൊരു ഉപയോഗമാണ്. ഇയാൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇവരെ തിരിച്ചറിയാൻ പറ്റും. ഒന്നെങ്കിൽ ചെറിയ മക്കൾക്കാണെങ്കിൽ നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇയാൾ ഇങ്ങനെ ഒരു ഏറ്റവും മോശമായിട്ടൊരു സാഹചര്യത്തിൽ വന്ന് ഇമാതിരി കമന്റ് ഇടുന്ന, അല്ലെങ്കിൽ മോശമായി പെരുമാറുന്ന ആൾക്കാരുടെ വീഡിയോ എടുത്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഇവരെ തിരിച്ചറിയണം. ഇവരുടെ ഫാമിലി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ഇത് അറിഞ്ഞാൽ കഷ്ടപ്പെടില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് ഇമാതിരി സ്വഭാവം കാണിച്ച് ഇത്രയും വിഷമഘട്ടത്തിൽ പോലും ഇങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു സെക്ഷുവൽ ചിന്ത മാത്രം ഉള്ളിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരെ പുറത്ത് കാണിക്കാൻ, അവർക്കിത് പുറത്ത് കാണിക്കാൻ, അവരെ നമുക്ക് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കൃത്യമായിട്ടൊരു കാര്യത്തിന് ഉറപ്പില്ലാതെ ഈ കൊണ്ടിടുന്ന ആൾക്കാരുണ്ടല്ലോ, വെറുതെ ഒരു അലിഗേഷൻ സൃഷ്ടിച്ചിട്ട് അവരിലൂടെ നമുക്ക് റീച്ച് ആക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ഒരു ടോപ്പിക് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് റീച്ച് ആവുന്ന കുറെ കാര്യങ്ങൾ, അതായത് ഓൾറെഡി സക്സസ് ആയിട്ടുള്ള വീഡിയോ ആണ്, അതെ ഓൾറെഡി സക്സസ് ആയിട്ടുള്ള വീഡിയോ ആണ്, അല്ലെങ്കിൽ ഓൾറെഡി ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പൊ നമുക്ക് കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക, വൈറലായിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടന്റ് പോകും. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചിലപ്പോൾ ഇടുക. ഇത്
നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ അതിനെ റീച്ച് ആക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത കുറെ ആളുകളുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ചിലപ്പോ ഇതിന്റെ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും ആൾക്കാർക്ക് ആർക്കും നേരം കിട്ടിയെന്ന് വരില്ല. ആ ഒരു സമയത്ത് ചിലപ്പോ ഇതിനെപ്പറ്റി അവരൊക്കെ ചിന്തിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ കുറെ ആളുകളൊക്കെ ചിന്തിച്ചു എന്ന് വരാം. പക്ഷെ ഇതിന് തെളിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ആൾക്കാർ, ഈ തെറ്റിദ്ധരിച്ചായിട്ടുള്ള ആൾക്കാർ തന്നെ ഇത് കണ്ടിട്ട് അവരുടെ ആ തെറ്റ്, അയ്യോ ഇയാള് പാവായിരുന്നല്ലേ എന്ന് തിരുത്തണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഉറപ്പും പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ആൾക്കാർക്ക് കൂടുതലായിട്ടും കുറ്റപ്പെടുത്താനാണ് ആഗ്രഹം. ആരും വന്നിട്ടൊരു പബ്ലിക് ആയിട്ടൊരു സോറി ഞാൻ പറഞ്ഞതിലൊരു തെറ്റുണ്ട്, തിരുത്തുന്നുണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും അവർ ചെയ്യുന്നത് ഒന്നെങ്കിൽ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ആ ഒരു കുറ്റം പറയുന്ന സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരു സാധനം എടുത്ത് റിയാക്ട് ചെയ്യുന്ന റിയാക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനാണ് താല്പര്യം. പക്ഷെ അവരുടെ ആ ഒരു നിലപാടും അവരുടെ ഒരു തോട്ട്സും തെറ്റാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ക്ഷമ ചോദിക്കുന്ന ആൾക്കാർ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവൂ. ബാക്കിയുള്ളവരൊക്കെ വീണ്ടും ഇവരെന്തിനെ പറ്റിയെങ്കിലും പറയുമ്പോൾ അറിയാം ഇവർക്കൊരു ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് അല്ലെങ്കിൽ ഈ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാർ അതന്നെ. നമുക്ക് ഒരാളുടെ കുറ്റം കേൾക്കുന്നതിനെ പറ്റിയിട്ടാണോ നല്ലത് കേൾക്കുന്നതിനെ പറ്റിയിട്ടാണോ ഈ നമ്മൾ സോഷ്യൽ മീഡിയ പോയി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാവുന്നത്, അത് ശ്രദ്ധിച്ചത് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇവരെത്ര ഈ രീതിയിൽ ഇവര് തെറ്റ് ചെയ്തിട്ടില്ല, ഇവര് മഹാന്മാരാണെന്നൊന്നും പിന്നീട് ആരും തിരുത്തി പോയി പറയാൻ പോകുന്നില്ല. അതായത് പോസിറ്റീവ് കുറെ അതിന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു ടോപ്പിക്, ആ ടോപ്പിക്കിനെ പറ്റി എല്ലാവരും പോസിറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ അടുത്ത് ഒരു റിയാക്ഷൻ ചെയ്യുന്ന ഒരാൾ പറഞ്ഞതാ, എന്നാ പിന്നെ നമുക്ക് ഇതിനെ നെഗറ്റീവ് പറയാം, അപ്പോഴേ ആളുകൾ ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തിനാ വെച്ചാൽ എല്ലാവരും പോസിറ്റീവാ പറയണേ, എന്റെ എന്തെങ്കിലും നെഗറ്റീവ് വശം അത് പറഞ്ഞാൽ ഇപ്പൊ റീച്ച് ആവും എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ചീത്ത രീതിയിലേക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇതിന്റെ ഇടയിൽ പെട്ടുപോകരുത് എന്നുള്ള രീതിയിൽ മാത്രം നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്തൊരു സൊല്യൂഷൻ എനിക്ക് തോന്നുന്നു ആക്ച്വലി ഇല്ല. അത് സൂക്ഷിച്ചു കണ്ട ആളുകള് സോഷ്യൽ മീഡിയ യൂസ് ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ഇടങ്ങളിൽ കയറി റിയാക്ടും ചെയ്ത് അവർക്ക് ഇമാതിരി മോശം മെസ്സേജ് ഒക്കെ അയച്ച് എന്റെ പിടിക്കത്തില്ല അല്ലെങ്കിൽ ഇതിന് നൂതന വഴികളുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് കഴിഞ്ഞു. നിങ്ങളുടെ മുഖം എന്ന് പറയുന്നത് ഈ മീഡിയയിലേക്ക് തന്നെയാണ് ഇടാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ പിടിക്കുന്ന അല്ലെങ്കിൽ പരാതി കൊടുക്കുന്ന ആൾക്കാരുടെ ആരെങ്കിലും കൈ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങളുടെ വിലാസം ഉൾപ്പെടെ പറയും. പിന്നെ നിങ്ങൾ എത്രയൊക്കെ മഹാനാണ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാലും അത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതെ.